തൃശൂരിന്റെ സാംസ്കാരിക നാഴികക്കല്ലായ രാഗം തിയേറ്റർ ഇനി BLMന്റെ കരങ്ങളിൽ ഭദ്രം. 1974 ഓഗസ്റ്റ് 24 രാമു കാര്യാട്ടിന്റെ നെല്ലായിരുന്നു രാഗത്തിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ ചിത്രം. ചിത്രത്തിന്റെ 50ാം ദിവസത്തെ പ്രദർശനത്തിനായി പ്രൈം നസീർ, ജയഭാരതി, അടൂർ ഭാസി, ശങ്കരാടി, രാമു കാര്യാട്ട് തുടങ്ങിയ പ്രമുഖർ തിയേറ്ററിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. കാലത്തിനനുസരിച്ച് മാറിയ തിയേറ്റർ ഇന്നും തൃശൂരുകാർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും എന്നും വികാരമാണ്. ജർമ്മൻ സംഗീതത്തിനൊപ്പം ഉയരുന്ന കർട്ടനും അതിനൊപ്പം ഉയരുന്ന കൈകളും ആർപ്പുവിളികളും. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്ക് ആരാധകർ തുള്ളിച്ചാട്ടം തുടങ്ങും മുൻപേ വെളിച്ചത്തിലേക്ക് ഉയർന്ന ഒരു തിരശീലയും തിയേറ്ററും. അതായിരുന്നു തൃശ്ശൂരിലെ രാഗം തിയേറ്റർ. സിനിമ കാണാനുള്ള അത്ര തന്നെ ആവേശത്തോടെ കാണികൾ തിരശീലയെയും സൂപ്പർ ഹിറ്റാക്കി. ഗുഹ കൗണ്ടറിലൂടെ കയറി അന്നത്തെ 5 രൂപ ടിക്കറ്റും കൊണ്ട് ഷോ കണ്ട കാലമോർത്ത് ഇന്നും പുളകം കൊള്ളുന്ന ജനറേഷന് രാഗം എന്നും ഒരു വികാരമാണ്. 1974 KJ ഫ്രാൻസിസ് ആണ് രാഗം തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത്. 1974 ഓഗസ്റ്റ് 24 രാമു കാര്യാട്ടിന്റെ നെല്ലായിരുന്നു രാഗത്തിൽ പ്രദർശിപ്പിച്ച ആദ്യ ചിത്രം. ചിത്രത്തിന്റെ 50 ദിവസത്തെ പ്രദർശനത്തിനായി പ്രേം നസീർ, ജയഭാരതി, അടൂർ ഭാസി, ശങ്കരാടി, രാമു കാര്യാട്ട് തുടങ്ങി പ്രമുഖർ തിയേറ്ററിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഉദ്ഘാടന സമയത്ത് തൃശ്ശൂരിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു രാഗം. 1100-ലധികം സീറ്റുകളുള്ള ഇത് ഇരിപ്പിട ശേഷിയുടെ കാര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ ഒന്നായിരുന്നു. അക്കാലത്തെ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് തിയേറ്റർ ആരംഭിച്ചത്. ഡോൾബി ഡിജിറ്റൽ ശബ്ദ സംവിധാനം അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ തിയേറ്റർ രാഗമായിരുന്നു. എയർ കണ്ടീഷനിംഗ് അവതരിപ്പിച്ച തൃശ്ശൂരിലെ ആദ്യ തിയേറ്റർ കൂടിയാണ് രാഗം. പ്രധാന നവീകരണത്തിന് ശേഷം 2018 ഒക്ടോബറിൽ രാഗം തിയേറ്റർ വീണ്ടും തുറന്നപ്പോൾ ജനങ്ങൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സിനിമാ കൊട്ടകകളുടെ നഗരമാണ് തൃശ്ശൂർ. സ്വരാജ് റൗണ്ട് എന്ന വട്ടത്തിനകത്ത് ഒരു കാലത്ത് തലയുയർത്തി നിന്നിരുന്ന തിയേറ്ററുകളെ കൂട്ടത്തിൽ രാഗം എന്നും സിനിമാ പ്രേമികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു. കാലത്തിനനുസരിച്ച് 4K നിലവാരത്തിൽ തിയേറ്റർ മാറിയപ്പോഴും സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം സിനിമകൾ ഹൗസ്ഫുള്ളായാണ് ഓടുന്നത്. ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി 10 ലക്ഷത്തോളം അംഗങ്ങളുള്ള രാജ്യത്തെ ഏറ്റവും വലുതും മികച്ചതുമായ ഹൗസിംഗ് സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നായ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൈകളിൽ ഭദ്രമായിരിക്കും ഇനി തൃശ്ശൂരിലെ രാഗം. തിയേറ്റർ മേഖലയിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയോടുകൂടി സിനിമാ ലോകത്തെ കാഴ്ചകൾക്കും കൗതുകങ്ങൾക്കും പുത്തൻ ഉണർവേക്കിക്കൊണ്ടായിരിക്കും രാഗം തിയേറ്റർ പ്രവർത്തിക്കുകയെന്ന് BLM ചെയർമാൻ R. പ്രേംകുമാർ M5 ന്യൂസിനോട് പറഞ്ഞു. നമസ്കാരം, പ്രേംജിയാണ്, BLMന്റെ ഫൗണ്ടറും ചെയർമാനായ. നമ്മളെ ഇന്നത്തെ ഒരു സന്തോഷ ദിനം എന്ന് പറയുന്നതിന് നമ്മളെ രാഗം നമ്മളതായി സ്വന്തമായി കുറേ മാസങ്ങളായിട്ടും ഇന്ന് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ചടങ്ങ് പൂർത്തി ചെയ്ത് അതിൻ്റെ താക്കോല് കാര്യങ്ങളും എല്ലാം BLMൻ്റെ സ്വന്തം എന്ന നിലയ്ക്ക് ഏറ്റെടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഫേമസ് ആയ ഒരു തിയേറ്ററാണ്, ഒരു പഴമിയ തിയേറ്റർ. അതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ ഒരു വലിയ ഒരു സംഭവമാണ് രാഗം. ആ രാഗം തിയേറ്റർ ഇന്ന് തൊട്ട് BLM എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സ്വന്തം BLM രാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത BLM കുടുംബാംഗങ്ങൾക്ക് ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. BLM എന്ന മഹാപ്രസ്ഥാനം 21 വർഷങ്ങളായി ഇന്നിപ്പോൾ ഏറെ കേരളത്തിൻ്റെ ജനങ്ങളെയും തമിഴ്നാടിനും പാണ്ടിച്ചേരി ജനങ്ങളെ മനസ്സിൽ കയറി ഇടം പിടിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇന്നിപ്പോൾ എത്രയോ കോടികൾ ആസ്തികൾ ഉണ്ടായിട്ടും കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ രാഗം തിയേറ്ററിനെയും ഇന്നിപ്പോൾ BLMൻ്റെ സ്വന്തം രാഗം തിയേറ്റർ BLM രാഗമായതിന് സന്തോഷം. ഈ വേളയിൽ ഈ പ്രസ്ഥാനത്തിനോട് എപ്പോഴും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ BLM കുടുംബാംഗത്തിനും മെമ്പേഴ്സിനും ഈ സമയത്തിൽ ഒരിക്കലും നന്ദി, നമസ്കാരം. കഴിഞ്ഞ 21 വർഷത്തിനിടയിൽ അംഗങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് കാലതാമസമില്ലാതെ ആശങ്കകൾക്കോ പരാതികൾക്കോ വക നൽകാതെ കൃത്യമായി ലാഭവിഹിതം ഉൾപ്പെടെയുള്ള സകല ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്തു വരുന്ന സൊസൈറ്റി രാജ്യമെമ്പാടുമുള്ള മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനേകായിരം കുടുംബങ്ങൾക്ക് താങ്ങായും തണലായും BLM എന്ന പ്രസ്ഥാനമുണ്ട്. ഓരോ കുടുംബത്തിനും വെളിച്ചമായി, ഓരോ ഹൃദയത്തിലും പ്രതീക്ഷ പകർന്ന് 21 വർഷക്കാലമായി 140-ലധികം ഓഫീസുകളുമായി മുന്നേറുകയാണ്. M5 ന്യൂസ്, തൃശ്ശൂർ.